ഇവിടെ അഹ്ലുസുന്ന എന്ന് പറയുമ്പോൾ ഇത് രണ്ട് വാക്കുകളാണ്. അഹ്ൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ആളുകൾ എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. സുന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ. അപ്പോൾ അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ ആളുകൾ. അതേപോലെ തന്നെ വൽ ജമാഅ, ആരാണ് ഈ അൽ ജമാഅ? പണ്ഡിതന്മാർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അതേപോലെ തന്നെ ഒന്നുകൂടി വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻഗാമികളായിട്ടുള്ള രണ്ടാം നൂറ്റാണ്ടിലും അതേപോലെ തന്നെ 3-ാം നൂറ്റാണ്ടിലുമൊക്കെ ഉള്ള മഹാപണ്ഡിതന്മാരും താബികളും തബ താബികളിൽപ്പെട്ട പ്രസിദ്ധന്മാരായ ദീന് പഠിച്ച മഹാരഥന്മാരായ പർവ്വത സമാനരായ പണ്ഡിതന്മാരും അവരൊക്കെയാണ് അൽ ജമാഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കേണ്ടായി. അപ്പോൾ അഹ്ലുസുന്ന സുന്നത്തിൻ്റെയും വൽ ജമാഅ ജമാഅത്തിൻ്റെയും ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏതൊരു നയ നിലപാടിലാണോ വിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കിയിട്ടുള്ളത്, താബികളും തബ താബികളും എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത്, അതിനനുസരിച്ച് നിലപാടെടുക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ഈ അഹ്ലുസുന്ന സുന്നത്തിൻ്റെയും അതേപോലെ തന്നെ അൽ ജമാഅത്തിൻ്റെയും ആളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്.